ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഗണേഷിൻ്റെ ഒരു ബൈറ്റ് വന്നു. ഗണേഷ് അതിൽ ചോദിക്കുന്നുണ്ട് മന്ത്രി, മദ്യപിച്ചാൽ എന്താ കുഴപ്പം? രാഷ്ട്രീയക്കാർക്ക് മദ്യപിച്ചൂടെ? രാഷ്ട്രീയക്കാർക്ക് മദ്യപിക്കാം, പക്ഷേ രാഷ്ട്രീയക്കാർ ഓവർ മദ്യപിച്ചാൽ ജനം കൈകാര്യം ചെയ്യും. സ്ഥിരമായി ഡ്രങ്കാർഡായിരിക്കുന്ന ഒരാളിന് മന്ത്രിയാവാൻ പറ്റുമോ? ഓവർ മദ്യപിച്ചാൽ? ഇനി മദ്യപിക്കുന്നത് തന്നെ തെറ്റാണ് ഗണേഷ് കുമാറെ. ഗണേഷ് കുമാറിന് ആദർശ രാഷ്ട്രീയവും ആശയ രാഷ്ട്രീയവും ഒന്നും അറിഞ്ഞൂടാ. കാരണം അത് കേരള കോൺഗ്രസിൽ നിന്ന് വന്നതല്ലേ. അത് കേരള കോൺഗ്രസിൻ്റെ ഒരു തുണ്ടിൽ നിന്ന് വന്നതല്ലേ. യഥാർത്ഥ നേതാക്കളൊന്നും അങ്ങനെയൊന്നുമല്ല. കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ മാണി സാറും ജോസഫ് സാറും എന്നൊക്കെ പറയും, പി ടി ചാക്കോ എന്നൊക്കെ പറഞ്ഞാൽ മഹാരഥന്മാർ കൊണ്ട് നടന്ന പ്രസ്ഥാനമാണ്. ഇനി ബാലകൃഷ്ണപിള്ള ആയിരുന്നാലും അദ്ദേഹം ഒരുപാട് വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആളാണ്. ഒരു ധാർഷ്ട്യവും ബഹളമൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. താങ്കളെ പോലെയല്ല. ഓവർ മദ്യപിച്ചാൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഓവർ മദ്യപിക്കുന്ന ആളിന് മന്ത്രിയായിരിക്കാൻ പറ്റുമോ? ഓവർ പോണ്ട, സ്ഥിരം മദ്യപാനിയായാൽ മതി, ഓവറൊന്നും ആവണ്ട. മദ്യപാനം പിടിച്ചാൽ നിങ്ങൾക്ക് പരസ്യമായി നിങ്ങൾ മദ്യപിക്കുന്ന രഹസ്യമായിട്ട് മദ്യപിക്കുമായിരിക്കും. പരസ്യമായിട്ട് മദ്യപിക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ ഇട്ട് നോക്കൂ. ഒരു 10 ദിവസം നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇവിടെ ഇരുന്ന് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന വീഡിയോ ഒന്ന് ഇട്ട് നോക്കൂ. ജനം നിങ്ങളെ കൈകാര്യം ചെയ്യും. പത്തനാപുരത്ത് നിങ്ങൾ തോറ്റ് അമ്പിപ്പോവും. ഇവിടെ എന്തിനാ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ മുണ്ടുകൊടുക്കുന്നത്? പാൻറ് ഇല്ലാഞ്ഞിട്ടാണ് വാങ്ങിക്കാൻ? പാൻറ് ഇല്ലാഞ്ഞിട്ടാണോ മുണ്ടുകൊടുക്കുന്നത്? ഇപ്പോൾ MP ആയി പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ തണുപ്പത്ത് പോകുമ്പോഴോ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴോ പിണറായി വരെ സൂട്ടിട്ടു കോട്ടിട്ടു. പക്ഷേ കേരളത്തിൽ എന്താ മുണ്ടുകൊടുക്കുന്നത്? പാൻറ് വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല സഖാവേ, സുഹൃത്തെ, ഗണേഷ് സാറേ. ലാളിത്യം, വിനയം, സ്വഭാവശുദ്ധി, അഴിമതിരഹിതം, സുതാര്യത, ഇങ്ങനെ ചില ബേസിക് മൂല്യങ്ങളുള്ളവർക്കുള്ളതാണ് രാഷ്ട്രീയം. താങ്കളെപ്പോലെയുള്ള ആളുകൾ NSSനെ പിടിച്ചും അല്ലാതെ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കെയർ ഓഫിലും ഒക്കെ ഇങ്ങനെ വന്ന് പിടിച്ച് നിൽക്കുന്നത് വേറെ. അത് കെട്ട കാലത്ത് ആരെല്ലാം കയറി നിൽക്കുന്നു. ഇത്രയും നിങ്ങളോട് പറയേണ്ടി വരുന്നത്, നിങ്ങളുടെ ഭാര്യ, 2ാം ഭാര്യ, 1ാം ഭാര്യ പോട്ടെ, അവർ അടി കൊണ്ട് ബഹളം ഉണ്ടാക്കി പോയി. 2ാം ഭാര്യ ഇപ്പോൾ വന്നിരിക്കുകയാണ്, ബിന്ദു മേനോൻ എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് എത്ര മോശമാണ് മന്ത്രി പറയുന്നത്. നിങ്ങൾ ഒരു നിമിഷം കേരള സർക്കാരിൻ്റെ മന്ത്രിയായിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? പിണറായി വിജയൻ നിങ്ങളുടെ ചെവി പിടിച്ച് പുറത്താക്കണ്ടേ? മന്ത്രി പറയാൻ പാടില്ല. താങ്കൾ സുരേഷ് ഗോപിയൊക്കെ ജമ്മല്ലേ? സുരേഷ് ഗോപി എന്നുള്ള വാക്ക് പറയാൻ താങ്കൾക്ക് അവകാശമുണ്ടോ? ഞാൻ സുരേഷ് ഗോപിക്ക് വക്കാലത്ത് എടുക്കുന്നില്ല. താങ്കൾ ആർക്ക് പഠിക്കുകയാണ്? താങ്കൾ സിനിമാ നടനാണെങ്കിൽ 1000 പേരെ കൂടെ പോവാം, വീട്ടുകാർക്കേ പരാതിയുള്ളാവും, നാട്ടുകാർക്കൊന്നുമില്ല. താങ്കൾ പൊതുമുതൽ ഉപയോഗിക്കുന്ന ആളാണ്, പൊതുസ്വത്ത് ഉപയോഗിക്കുന്ന ആളാണ്. ഖജനാവിലെ പൈസയാണ് താങ്കളുടെ ആഹാരം, ഖജനാവിലെ പൈസയാണ് താങ്കളുടെ വാഹനം, ഖജനാവിലെ പൈസയാണ് താങ്കളുടെ താമസം. അത് താങ്കളുടെ ഖജനാവിലെ പൈസ ഉപയോഗിക്കുന്ന വാഹനവും ഖജനാവിലെ പൈസ ഉപയോഗിക്കുന്ന താങ്കളുടെ ഔദ്യോഗിക സംവിധാനങ്ങളുമൊക്കെ ദുർവിനിയോഗം ചെയ്ത് അവിടെ ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ് കണ്ടതെന്നും കേട്ടതെന്നും താങ്കളുടെ ഭാര്യ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മോശമല്ലേ മാഷേ? എന്നിട്ട് താങ്കൾ മോശമായി ഇരിക്കുന്നു എന്ന് മാത്രമല്ല, സകല പേരെയും ചൊറിയും. രാഹുൽ ഗാന്ധിയെ ചൊറിയും, സുരേഷ് ഗോപിയെ ചൊറിയും, സതീശനെ ചൊറിയും, PD സതീശനെ ചൊറിയും. അവരൊക്കെ ജമ്മാണെന്നേ, പൊളിറ്റിക്കൽ ജമ്മാണ്. 2 പാർട്ടിയിലുള്ളവരാണ്. സുരേഷ് ഗോപി ഒരു പാർട്ടി, PD സതീശൻ വേറൊരു പാർട്ടി, അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി PD സതീശൻ്റെ പാർട്ടി. പക്ഷേ അവരൊക്കെ പൊളിറ്റിക്കൽ ജമ്മാണ്, രത്നം പോലെ നിൽക്കുന്നവരാണ്. അവർ വളരെ സ്വഭാവശുദ്ധി ഉള്ളവരാണ്. അവരെ ഭാര്യമാരൊന്നും വന്ന് ഇതുപോലെ വന്ന് റോഡിൽ വന്ന് വർത്തമാനം പറയുന്നില്ല, അല്ലെ അവരെ മക്കളും സഹോദരങ്ങളൊന്നും വന്ന് ഇതുപോലെ പറയുന്നില്ല. വളരെ മോശമായിപ്പോയി ഗണേഷ് സാറേ, വളരെ മോശമായിപ്പോയി. താങ്കളെക്കുറിച്ച് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു മോൻ ജനിച്ചിട്ടില്ല എന്ന്. താങ്കളുടെ സഹോദരി വന്ന് പറയുന്നു, ഇങ്ങനെ ഒരുത്തൻ എനിക്ക് എൻ്റെ സഹോദരനായിട്ട് ഉണ്ടായിപ്പോയല്ലോ, എൻ്റെ അമ്മയുടെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ എന്ന് സഹോദരി പറയുന്നു. അളിയന്മാർ IAS-കാരാണ്, അവർ പറയുന്നു. മോഹൻദാസും ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ IAS-കാരാണ്, അവർ പറയുന്നു. ബാലകൃഷ്ണപിള്ള സാർ ജീവിച്ചിരുന്നപ്പോൾ തള്ളിപ്പറഞ്ഞു. താങ്കളുടെ ഭാര്യ ഇപ്പോൾ തള്ളിപ്പറയുന്നു, മക്കൾ തള്ളിപ്പറയുന്നു. താങ്കൾ എന്നിട്ടും കുറച്ച് NSSനെയൊക്കെ പിടിച്ച് താങ്കളിപ്പോൾ പറയുന്ന കേട്ടെ, സുകുമാരൻ നായർ താങ്കളുടെ അച്ഛനെ പോലെയാണെന്ന്. സുകുമാരൻ നായർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? സുകുമാരൻ നായർ അച്ഛനെ പോലെയാണെങ്കിൽ വളർത്തച്ഛനെ പോലെയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സുകുമാരൻ നായർ എന്താ ഇത് പറഞ്ഞു കൊടുക്കാത്തേ ഗണേഷിനെതിരെ? ഗണേഷ്, ഇത് വളരെ മോശമാണ് ഗണേഷ്. നിങ്ങൾ മന്ത്രിയായിരിക്കുകയാണ്, എന്തെങ്കിലും യോഗ്യതയുണ്ടോ താങ്കൾക്ക് മന്ത്രിയായിരിക്കാൻ? മിനിമം കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടെന്നേ മന്ത്രിയായിരിക്കുമ്പോൾ. മദ്യപാനം, സ്ത്രീകളോടുള്ള സ്വഭാവം, സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത്, സ്ത്രീകളോടുള്ള താല്പര്യം, ഇതിനൊക്കെ കണക്കുണ്ടെന്നേ.
അങ്ങനെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഫോർമലുണ്ട്, ഇൻഫോർമലുണ്ട്. ഇൻഫോർമലായിട്ടുള്ളൊരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് നമ്മളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില കീഴ്വഴക്കങ്ങൾ, ചില ചട്ടങ്ങളെല്ലാം ചേരുന്നതാണ് മിസ്റ്റർ ഗണേഷ്. പൊളിറ്റിക്കൽ രംഗം താങ്കളെപ്പോലെ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വെള്ളം അടിച്ച് കണ്ണിൽ കണ്ട സ്ത്രീകളുമായിട്ടൊക്കെ നടന്ന് അറുമാദിച്ച് അഹങ്കരിച്ച് എല്ലാവരെയും പറ്റിച്ച് നടത്തുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. അത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പൊതു മാതൃകയാകേണ്ടവരാണ് അവർ. മന്ത്രിമാർ, പുതിയ തലമുറയ്ക്ക് സന്ദേശം കൊടുക്കേണ്ടവർ. സ്ത്രീകളുമായിട്ട് ബന്ധം കാണും അതിനകത്ത്. പക്ഷേ സ്ത്രീകൾ പരാതി പറയാൻ പാടില്ല. ഇത് സ്ത്രീകൾ വന്ന് പരാതി പറയുകയാണ്, സ്ത്രീകൾ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഭാര്യ അറിഞ്ഞ് ഭാര്യ ബഹളം ഉണ്ടാക്കുകയാണ്, ഭാര്യമാർ ബഹളം ഉണ്ടാക്കുകയാണ്. നേരത്തെ ഒരു ഡോക്ടർ ഭാര്യ ഉണ്ടായിരുന്നല്ലോ, താങ്കളെ തല്ലി താങ്കളും തല്ലി എന്തൊക്കെയാണ് കേട്ടത് ഇവിടെ. വളരെ മോശമാണ്. താങ്കൾ ഒരു നിമിഷം പോലും മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല. താങ്കളെ എടുത്തു മാറ്റിയാൽ അത്രയും ഇടതുമുന്നണിക്ക് 4 വോട്ട് കൂടുതൽ കിട്ടും. പത്തനാപുരത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ സമയം കൊള്ളാൻ തോന്നുന്നു. അല്ല, വീണ്ടും താങ്കൾ പത്തനാപുരത്ത് നിന്ന് NSSൻ്റെ കെയർ ഓഫിലും താങ്കൾ നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെയൊക്കെ കെയർ ഓഫിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ നമോഭാഗം. മറ്റൊന്നും പറയാനില്ല. അവിടുത്തെ ജനങ്ങളോട് വളരെ സന്തോഷം മാത്രമേ പറയാനുള്ളൂ. എന്തെല്ലാം തോന്നിയവാസവും തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾക്ക് ഗണേഷ് മതി എന്നാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. വീണ്ടും താങ്കൾ ജയിച്ചോളൂ. കെട്ടകാലത്ത് എന്തെല്ലാം സംഭവിക്കുന്നു. വീരപ്പന്മാർ ഒക്കെ, കായംകുളം കൊച്ചുണ്ണിമാരും ഒക്കെ ഇപ്പോൾ ജീവിക്കുന്ന പൊതുധാരയിൽ ജീവിക്കുന്ന കാലമാണ്. അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്തായാലും താങ്കളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ, അത് ഏഷ്യാനെറ്റ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട ചാനലുകൾ വരുമ്പോൾ, ശ്രീലേഖ IPSനെ വിളിച്ച് പറയുമ്പോൾ, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പറയുമ്പോൾ, വീണയെ വിളിച്ച് പറയുമ്പോൾ വളരെ ഗുരുതരമാണ്. ഗണേഷ് കുമാറെ, താങ്കൾ ഒരു നിമിഷം പോലും ഇരിക്കരുത്. താങ്കൾ രാജിവെക്കണം. രാജിവെക്കുന്നതാണ് ഈ നാടിന് താങ്കൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.